വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിന്റെ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമീ ലോകനാഥ. നിന്റെ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമീ ലോകനാഥ. ചേട്ടാ, നമ്മുടെ പ്രാർത്ഥനയിലുള്ള ചേച്ചിയെ കണ്ടില്ലല്ലോ ഞാൻ. തുടങ്ങിയാലോ? തുടങ്ങിക്കോ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയാ ഞങ്ങളെ രക്ഷിച്ച പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശു യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയുടെ എന്നും വിശ്വസ്തയായിരുന്നവിടെ നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കുവാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ മിശിഹായെ ഞങ്ങൾ ഞങ്ങൾ അങ്ങയെ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശുയാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുറക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം, ഈശോമിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് 2-മതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം, സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓർത്തയം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദിസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം, ഈശോമിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിൻ കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ ഞങ്ങൾ അങ്ങയെ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രം ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിനെ കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അങ്ങയുടെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ അഗാധതയിൽ ഞങ്ങളെ മറക്കണമേ. അങ്ങയെ മാത്രം തികച്ചും ദൈവേഷ്ട പ്രസാദത്തോടു കൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം വസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും
കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. മനസ്താവ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമീൻ. മലയിൽ നിന്നും വനത്തിലൂടാനയിച്ചു ഞാൻ വിൺമന്ന തന്നില്ലേ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ മുന്തിരിച്ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ തീർത്ഥയാത്രയുടെ 24-ാം ദിനമായ ഇന്ന് 26-ാം ദിനമായ ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കാൻ എത്തുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റർ നോബൽ FCC ആണ്. സിസ്റ്റർ 2 പ്രാവശ്യം തലശ്ശേരി FCC പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളം ആയിരുന്നു, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്നു. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് വചനം പങ്കുവയ്ക്കുന്നതിനോട് ഞാൻ ക്ഷണിക്കുന്നു. സിസ്റ്ററെ. പറഞ്ഞോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹോളി ഹോമിസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തില് തീർത്ഥയാത്ര എന്ന ധ്യാന പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നോമ്പുകാലം വലിയ മാറ്റത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നവരാണ് നമ്മളെല്ലാം. നോമ്പുകാലം ആരംഭിച്ചപ്പോൾ എല്ലാവരും
ഓരോ പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ടാകും ജീവിത നവീകരണത്തിന് സഹായകമായ രീതിയിൽ. ഇന്ന് 26 ദിവസം നമ്മൾ പിന്നിടുമ്പോൾ ഈ പ്രതിജ്ഞകളും ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കി എന്ന് പരിചിന്തനം ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ട് നമുക്കിതിനെ കാണാം. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. ഈ നോമ്പുകാലം നവീകരിക്കുവാനുള്ള സമയമാണ്, റിപ്പയർ ചെയ്യുവാനുള്ള സമയമാണ്. നമുക്കറിയാം, നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും നമ്മൾ കാണുന്ന ജീവികളും എല്ലാം ഒരു റിപ്പയറിങ് നടത്താറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന എല്ലാ ഉപകരണങ്ങളുടെയും റിപ്പയറിങ്ങിനെ പറ്റി നമുക്കറിയാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തി തന്നെ മൂർച്ച പോയാല് നമ്മൾ അതിന് മൂർച്ച വെപ്പിക്കും. അത് കൂടുതൽ സുഗമമായി പിന്നീട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ചെറിയ നൂല് കുടുങ്ങിയാൽ മതി ഒരു മിഷ്യൻ തയ്ക്കുന്നതിന് സാധിക്കാത്ത സ്ഥിതിയിലെത്തും. അപ്പോൾ അതും നമ്മൾ ശരിയാക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, നമ്മൾ കാണുന്ന ജീവികളും അവ കൂടുതൽ സുഗമമായി ജീവിക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള പരിവർത്തനങ്ങൾ സ്വീകരിക്കാറുണ്ട്. നിങ്ങൾ കഴുകനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കഴുകൻ കുറെ വയസ്സായി കഴിയുമ്പോൾ അതിന്റെ തൂവലുകൾക്ക് കനം വെച്ച് കഴിയുമ്പോൾ അതിന് പറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത് വലിയ മലയുടെ ഉയരത്തിൽ കയറിയിരുന്ന് അവയുടെ തൂവലുകൾ ഓരോന്നോരോന്നായി പറിച്ച് നീക്കും. അതിനുശേഷം പുതിയ കനം കുറഞ്ഞ തൂവലുകൾ അവയ്ക്കുണ്ടാകും. അപ്പോൾ അവയ്ക്ക് വളരെ സുഗമമായിട്ട് പറക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വസ്തുക്കളിലും ജീവികളിലും ഒക്കെ ഈ പരിവർത്തനം നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനും ഈ പരിവർത്തനം ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു, അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപതിച്ചു എന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ പങ്കുകൊള്ളുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന്, ദൈവത്തിൽ എത്തിച്ചേരുന്നതിന് ഒക്കെ വേണ്ടിയാണ്. നമ്മൾ വേദപാഠം പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തില് 1-ാം ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉത്തരം, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്ത് ദൈവത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചത്. പിന്നീട് വന്ന പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, POC ഇറക്കിയ പുസ്തകത്തിൽ 70കളില് ആ പുസ്തകം പരിചയമുള്ളവർക്കറിയാം. വേദപാഠ പുസ്തകത്തിന്റെ ആദ്യ പേജില് കുറച്ച് കാൽപ്പാടുകൾ കാണാം.
പുസ്തകത്തിന്റെ മെയിൻ ഹെഡിങ് പിതാവിങ്കിലേക്ക് എന്നാണ്. ഈ കാൽപ്പാടുകൾ ക്രിസ്തുവിന്റെ കാൽപ്പാടുകളാണ്. ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴികളാണ് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പുസ്തകത്തില് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തിൽ എത്തിച്ചേരുക. അതിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന യേശുവിന്റെ വചനം സ്വന്തമാക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം ആവശ്യമാണ്. ദൈവത്തിന്റെ പക്കൽ എത്തിച്ചേരുവാൻ, പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ വീടുകളിൽ പല മൃഗങ്ങളെ വളർത്താറുണ്ട്. കോഴി, പട്ടി, പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ. മൃഗങ്ങൾ എപ്പോഴും ഓരോന്നും അതിന്റെ സ്വഭാവമേ കാണിക്കുകയുള്ളൂ. പട്ടിക്ക് എപ്പോഴും പട്ടിയുടെ സ്വഭാവമായിരിക്കും. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമേ അവന്റെ നിലവിട്ട് ഉയരുവാനും നിലവിട്ട് താഴുവാനും സാധിക്കുകയുള്ളൂ. മനുഷ്യർ മാത്രമാണ് മനുഷ്യന്റെ നിലവിട്ട് താഴ്ന്ന് ചിലപ്പോൾ മൃഗങ്ങളെ പോലെയും മറ്റു ചിലപ്പോൾ വസ്തുക്കളെ പോലെയൊക്കെ ആയിത്തീരുക. നമുക്കറിയാം, ചിലപ്പോൾ ചില മനുഷ്യരെ നമ്മൾ പട്ടി, പോടാ പട്ടി എന്നൊക്കെ പറയേണ്ടി വരുന്നത് മനുഷ്യൻ അവന്റെ നിലവിട്ട് താഴുമ്പോഴാണ്. ചിലരെ പറ്റി നമ്മൾ പറയുക അവന് തൂമ്പായുടെ സ്വഭാവമാണെന്ന്. എല്ലാം സ്വന്തമാക്കുവാനുള്ള പ്രവണത കാണിക്കുമ്പോഴുള്ള ഒരു പേരിടിയിലാണത്. അതേസമയം മനുഷ്യനെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് മദർ തെരേസയെ പറ്റി നമ്മൾ പറയുമായിരുന്നു, ജീവിച്ചിരിക്കുന്ന വിശുദ്ധയാണ്, കാണപ്പെട്ട ദൈവമാണ്, കാണപ്പെട്ട മാലാഖയാണ്. അപ്പോൾ മനുഷ്യന് മാത്രമേ അവന്റെ നിലവിട്ടുയർന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ, അല്ലെങ്കിൽ കൂടുതൽ നല്ലവരായി ദൈവത്തിന്റെ സ്വഭാവത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കുക. ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടവ നമുക്ക് നമ്മളിലെ പല ദുശീലങ്ങളും മാറ്റപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ മാറ്റപ്പെടണമെങ്കിൽ നിരന്തരമായ ഒരു പരിശ്രമം നമുക്ക് ആവശ്യമാണെന്ന് നമുക്കറിയാം. അതിന് തിരുസഭ നമുക്ക് പ്രത്യേകമായി തരുന്ന ഒത്തിരിയേറെ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലം. ഈ നോമ്പുകാലത്തിൽ നമ്മളെ തന്നെ വിലയിരുത്തുവാനുള്ള ഒരു സമയവും, അതുകൊണ്ട് വിലാപത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. വിലാപം 3:40 നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. നമ്മുടെ വഴി ശരിയാണോ എന്ന് അന്വേഷിച്ചറിയാൻ ഒത്തിരിയേറെ മാർഗങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ദൈവവചനം, പ്രമാണങ്ങൾ, 10 പ്രമാണങ്ങളും തിരുസഭയുടെ പ്രമാണങ്ങളും തിരുസഭയുടെ പഠനങ്ങൾ, പ്രാർത്ഥന, വിശുദ്ധ ബലി, ഇങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ സഹായകമായ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അവസരങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് നമുക്കറിയാം, ഈ ശുദ്ധീകരണം നടത്തുന്നതിന് സഹായകമായ രീതിയിൽ നമുക്കറിയാം, നമ്മുടെ നോമ്പുകാലത്ത് നമ്മുടെ ഭവനങ്ങൾ അച്ഛന്മാർ വന്ന് വെഞ്ചരിക്കാറുണ്ട്. നമ്മുടെ വീട് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഏറ്റവും വലിയ ആലയം നമ്മൾ തന്നെയാണ്. ദൈവം വസിക്കുന്ന നമ്മുടെ ആലയം ശുദ്ധീകരിക്കുവാൻ നമുക്ക് എന്തെല്ലാം കൂടി ചെയ്യാൻ സാധിക്കും?
എന്ന് സ്വയം ആത്മപരിശോധന നടത്തുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. ഇതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായി പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26. ആ പരിശുദ്ധാത്മാവില് ആശ്രയിച്ചുകൊണ്ട് നമ്മളെ തന്നെ തമ്പുരാന് വിട്ടുകൊടുക്കാം. അങ്ങനെ നമ്മളെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് നൽകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന വലിയ വിശ്വാസത്തോടെ തമ്പുരാന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ അവശേഷിച്ചിരിക്കുന്ന നോമ്പുകാലം കൂടുതൽ വിശുദ്ധമായി ജീവിക്കുവാൻ, കൂടുതൽ നവീകരിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി നമുക്ക് പ്രത്യേകം ഒരുങ്ങാം. താങ്ക് യു. എന്നെ ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആന്റി. നോബിൾ ആന്റി എന്റെ ശുഭുവിന്റെ ഞങ്ങളുടെ ആന്റിയാണ്, മമ്മിയുടെ ചേച്ചിയാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ ആന്റിയെയും FCC കുടുംബത്തെയും നമുക്ക് ഓർക്കാം. ആ ഒരു സന്യാസ സമൂഹത്തിലൂടെ ലോകം മുഴുവൻ കർത്താവിന്റെ സ്നേഹവും രാജ്യവും കാരുണ്യവും ഒഴുക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. സൃഷ്ടി എപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഒരു സൃഷ്ടിയെ പുതുതാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അതിലൂടെ നമ്മൾ ഇന്ന് കേട്ടത്, നമ്മൾ പുതുസൃഷ്ടിയാകണം, പുതുസൃഷ്ടിയാക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെല്ലാം നമ്മളോട് വചനം പങ്കുവെച്ചവരെ നമുക്ക് ഓർക്കാം. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മളോട് വചനം പങ്കുവെക്കുന്നവരെ നമുക്ക് ഓർക്കാം. ഒപ്പം നാം ഈ കഴിഞ്ഞു പോയ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് ദൈവവചനം പങ്കുവെച്ച ഞായറാഴ്ച പ്രസംഗങ്ങളിലൂടെയാകാം, ധ്യാന കേന്ദ്രങ്ങളിലൂടെയാകാം, നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ച നിരവധിയായ മനുഷ്യരുണ്ട്. അവരെ എല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കുറെ കൂടി സജീവമായി വരാൻ, ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ, സഭയോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ പണിതുയർത്താൻ അനേകം ആളുകൾ അവരുടെ പ്രഘോഷണങ്ങൾ, അവരുടെ സാന്നിധ്യങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി അതെല്ലാം ഓർത്ത് നന്ദി പറയുകയും പ്രത്യേകിച്ച് ഇന്നേ ദിവസം വചനം പങ്കുവെച്ച നോബിളിനെയും FCC കുടുംബത്തെ മുഴുവനും സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്ന, യേശുവെ ആരാധിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ നമുക്കൊന്ന് പരമാവധി ഓണാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഓണാക്കാം. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നതാണ്. കാരണം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്, ഒരു പ്രേരണയാണ്. മറ്റൊരാൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്കും അത്തരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണയുണ്ടാകും. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓണാക്കാം. നമ്മൾ ഈ സമയം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾ, പരിശുദ്ധ സഭ, സഭയിലെ എല്ലാ പിതാക്കന്മാർ, വൈദിക മേലധ്യക്ഷന്മാർ, പുരോഹിതന്മാർ, സമർപ്പിതർ, സന്യസ്തർ, സുവിശേഷം പ്രഘോഷിക്കുന്ന അൽമായർ, കുടുംബമായി ജീവിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ ദൈവവിളികളിലൂടെ ഈ സഭയെ വളർത്തുന്നവർ, വിവിധ ഇടങ്ങളിൽ മിഷൻ പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുന്നവർ, രക്തസാക്ഷികളായിട്ടുള്ളവർ, ഇങ്ങനെ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് ഓർക്കുകയും സഭ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പ്രത്യേകമായി നമ്മുടെ അറിവിൽ, നമ്മുടെ പരിചയത്തിൽ സഭ നേരിടുന്ന നിരവധി പ്രയാസങ്ങളുണ്ട്. സഭയുടെ അകത്തു തന്നെ പ്രതിസന്ധികളുണ്ട്. റീത്തുകളുടെ ഇടയിലും റീത്തുകൾ തമ്മിലുമുള്ള പ്രയാസങ്ങളുണ്ട്. നമുക്ക് ഒപ്പം ഈ സഭയുടെ പുറത്തു നിന്ന് ധാരാളം പ്രതിസന്ധികളുണ്ട്. നമ്മുടെ ഭാരത സഭയിലുണ്ട്, ഏഷ്യൻ സഭയിലുണ്ട്, ആഗോള സഭയിലുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നാം അല്ലാതെ മറ്റാരാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? നമ്മുടെ അമ്മയായ സഭയ്ക്ക് വേണ്ടി, നമുക്ക് ജീവനും ജീവിതവും നൽകുന്ന സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തെ നിരന്തരം സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ പരിപോഷിപ്പിക്കുന്ന ഉദാശകളിലൂടെ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഈ സഭയ്ക്ക് വേണ്ടി മാമോദിസയിലൂടെ സഭയിൽ അംഗമായ നാം അല്ലാതെ മറ്റാരാണ് പ്രാർത്ഥിക്കുക? അതുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ
അവർ ഏക മനസ്സോട് ചോദിക്കുമ്പോൾ അവയെല്ലാം സത്യമാകുമെന്ന ദൈവത്തിന്റെ വാക്ക്, ക്രിസ്തുവിന്റെ വാക്ക് വിശ്വസിച്ച് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭ കൂടുതൽ പ്രേക്ഷിത മിഷണറി സ്വഭാവത്തിൽ വളരാൻ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുവിശേഷത്തിന്റെ ആന്തരികതയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാകാൻ, സഭയുടെ ഉള്ളിലുള്ള എല്ലാവരും, മാമോദിസ സ്വീകരിച്ച സഭയുടെ മക്കൾ എല്ലാവരും കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന സുവിശേഷത്തിന്റെ സജീവമായ സാന്നിധ്യമാകാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്ന, യേശുവെ ആരാധിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം ലോകം മുഴുവനുമുള്ള സഭയെ അവിടുന്ന് പ്രത്യേകമായ വിധത്തിൽ കടാക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു അഭിഷേകം ആദിമ സഭയിൽ എന്ന പോലെ ഈ സഭയിൽ ഞങ്ങളുടെ ഇടയിൽ അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ രൂപതയിൽ, ഞങ്ങളുടെ ഓരോ റീത്തുകളിലും, സാർവത്രിക സഭയിലും പരിശുദ്ധാത്മാവെ അവിടുന്ന് സജീവമാകട്ടെ. ആദിമ സഭയിൽ എന്ന പോലെ അവിടുന്ന് ഞങ്ങളെയും, ഞങ്ങളുടെ ഇടവകയെയും, ഞങ്ങളുടെ കുടുംബത്തെയും, രൂപതയെയും, സഭ മുഴുവനെയും നവീകരിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായി ഹോളി ഹോം മിനിസ്ട്രിയെ ഓർക്കുന്നു. ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരക്കണക്കിന് മിനിസ്ട്രിയെ കർത്താവ് പണിതുയർത്തുന്നുണ്ട്. കരിസ്മാറ്റിക് മുന്നേറ്റത്തെ പണിതുയർത്തുന്നുണ്ട്. ജീശുദ് കുടുംബത്തെ പണിതുയർത്തുന്നുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യ കമ്മ്യൂണിറ്റി, ഇങ്ങനെ നിരവധി കൂട്ടായ്മകൾ ദൈവം പണിതുയർത്തുന്നുണ്ട്. അതിലൊരു കൂട്ടായ്മയാണ് ഹോളി ഹോം മിനിസ്ട്രി. നമ്മുടെ ഈ കൂട്ടായ്മയെ വേണ്ട വിധം സഭയോട് ചേർത്ത് വെച്ച് പണിതുയർത്താൻ കർത്താവ് നമുക്ക് തന്ന പ്രിയപ്പെട്ട രണ്ട് പിതാക്കന്മാരുണ്ട്. നമ്മുടെ റെമിജിയസ് പിതാവും അലക്സ് വടക്കുംതല പിതാവും. പിതാക്കന്മാരെ ഓർത്ത് നന്ദി പറയാം. ആ പിതാക്കന്മാരിലൂടെ നമ്മളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധി വൈദികർ, ജോഷിയച്ചൻ, എമ്മാനുവൽ അച്ഛൻ, ജോസഫ് കോട്ടയിലച്ഛൻ, ഇങ്ങനെ നിരവധി വൈദികരുണ്ട്, പൈനാട്ട അച്ഛൻ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരിലൂടെ എല്ലാം ഈ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതിന്റെ ആരംഭം മുതൽ ഇന്നോളം ഇതിന്റെ സജീവമായി മുന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ഇതിന്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, ഇതിന്റെ മിഷൻ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നവരുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതിന്റെ ശിഷ്യത്വ പരിശീലന പരിപാടികൾ, മിഷൻ പ്രോഗ്രാമുകൾ എല്ലാം നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകമായിട്ട് ഏപ്രിൽ 10 മുതൽ നമ്മൾ ആദ്യമായി നമ്മുടെ ഈ ഒരു മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ 5 കുടുംബങ്ങൾ, അല്ലാത്തവരുമായി 36ഓളം ആളുകൾ നമ്മൾ മിഷനിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം പോയി ദിവസങ്ങളിലൂടെ അതിന്റെ ക്രമീകൃതമായി നമുക്കിതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടം കുടുംബങ്ങളിൽ സജീവമാകാൻ, കുടുംബങ്ങളെ ദൈവഹിതം അനുസരിച്ച് പണിതുയർത്താൻ, ഓരോ കുടുംബവും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന കുടുംബമാകാൻ, പ്രേക്ഷിത കുടുംബമാകാൻ, മിഷണറി കുടുംബമാകാൻ, ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്ന കുടുംബങ്ങളാകാൻ, അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ വ്യത്യസ്തങ്ങളായ ദൈവവിളികളാൽ സമ്പന്നമാകാൻ ഒക്കെ വേണ്ടി കർത്താവ് ആരംഭിച്ച മിനിസ്ട്രിയാണ്. ഈ മിനിസ്ട്രിയെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ ദൈവമേ നിന്റെ ഹിതം പൂർത്തിയാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകം പ്രേക്ഷകരെ ഈ കൂട്ടായ്മയിലൂടെ വളർത്തിയെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും വലിയ മാധ്യസ്ഥം നമുക്ക് തേടാം. കുടുംബജീവിതത്തിന്റെ കാവൽക്കാരനായ യൗസേപ്പ് പിതാവേ, കുടുംബങ്ങൾക്ക് എന്നും മാധ്യസ്ഥയായ മാതൃകയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ. ഹോളി ഹോം കുടുംബങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഞങ്ങളിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വിവിധങ്ങളായ ദൈവവിളികളുടെ സമ്പന്നതയും സമൃദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകണമേ. ധാരാളം മക്കളെ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ സമ്പന്നമാക്കണമേ. മറ്റെല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും പ്രാർത്ഥനയും ഞങ്ങൾ തേടുന്നു. നമ്മുടെ കൊച്ചു പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞ് പാടി അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കാം. മാതാവേ നിൻ സന്നിധി അണഞ്ഞിടുന്നു,
അമ്മേ നിൻ പാദം വണങ്ങിടുന്നു. മാതാവേ നിൻ സന്നിധി അണഞ്ഞിടുന്നു. അമ്മേ നിൻ പാദം വണങ്ങിടുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ കനിയേണമേ. നിൻ സുതനോടു കേണിടണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ നീ എന്നും ധന്യയല്ലോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ നീ എന്നും ധന്യയല്ലോ. സുഹൃതത്തിൻ രാജ്ഞി സഹകർമ്മിണി, ദാസരിലെന്നും കൃപ തൂകണമേ. സുഹൃതത്തിൻ രാജ്ഞി സഹകർമ്മിണി, ദാസരിലെന്നും കൃപ തൂകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ കനിയേണമേ. നിൻ സുതനോടു കേണിടണേ. അപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നാളെ നമുക്ക് കാണാം. പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും കർത്താവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.